ഹായ് മൈ ക്യൂട്ട് ഫ്രണ്ട്സ്. നമ്മൾ സ്കൂൾ ക്രാഫ്റ്റൊക്കെ തുടങ്ങിയ കാര്യം കൂട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ? സ്കൂൾ തുറക്കാറായിന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, എന്നാലും ഇതൊക്കെ ചെയ്തു വയ്ക്കാൻ ഒരു രസമല്ലേ, അതുകൊണ്ടാണേ. പിന്നെ നമ്മൾ 2 ഷോർട്സ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. ഇന്നത്തെ ഈ ഒരു ഓർഗനൈസർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി ഓർഗനൈസറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. പേപ്പറിൻ്റെ അളവെല്ലാം ഞാൻ ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മടക്കുന്നതും നമ്മൾ കറക്റ്റായിട്ട് ഒപ്പത്തിനൊപ്പം ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അടിപൊളിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പേപ്പർ ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബോക്സ് ആക്കി എടുക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മളൊരു ബോക്സിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ. അവിടെ മടക്കുകൾ ഉണ്ടാവും, കറക്റ്റ് അതിൽ കൂടെ മടക്കി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. അതിൽ കൂടെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ 2 എണ്ണം വേണം കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ പേപ്പറിനേക്കാളും 1 സെൻറ്റിമീറ്റർ കുറവ് അളവിലാണ് രണ്ടാമതൊരു ബോക്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്തത് കുട്ടി കുട്ടി ബോക്സുകൾ ഉണ്ടാക്കണം. അത് ഇതിനേക്കാളും സിമ്പിളാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ കാണുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്നില്ലേ, മടക്കുകളൊക്കെ ഇല്ലേ, അത് നല്ലോണം നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് മടക്കാം കേട്ടോ. ഇത്രയും ആയതിനു ശേഷം ഇനി ഇത് കറക്റ്റ് 3 ഭാഗമായിട്ട് നമ്മൾ മടക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു മുകൾ ഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, പിടിച്ചു നോക്കുക കറക്റ്റ് ആയില്ലേന്ന്. അതിനുശേഷം മുഴുവനായിട്ടും മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ 2 സൈഡും നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ബോക്സിനെ അപേക്ഷിച്ച് അതിനേക്കാളും കുറച്ച് സിമ്പിളാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിതുപോലൊരു 4 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. 4 വെറൈറ്റി കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബോക്സിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതുപോലെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സ്കൂളിലേക്കുള്ളത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇയറിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ, സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു മുകൾ ഭാഗം ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.